ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തോളണം, UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ രാഷ്ട്രപതി. അവിടെ പ്രധാനമന്ത്രിക്ക് റോളൊന്നും ഇല്ല. നമസ്കാരം, NTയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയം, കോഴിക്കോട് ജില്ലകളിലായിട്ട് കേരള PSC നടത്തിയ LDC എക്സാമിനേഷനിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു, ആ ചോദ്യങ്ങളുടെ സോഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന് കണക്റ്റഡ് ഫാക്ട്സ് കൂടെ പറയാം. അപ്പോൾ നമുക്കറിയാം, ഓരോ എക്സാമിനേഷനും കഴിയുമ്പോൾ നമ്മൾ ആ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. കാരണം എന്താ, ആ ഭാഗം അവിടുന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇനിയുള്ള എക്സാമിനേഷനും നമ്മൾ ആ ഭാഗത്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ PSC ചോദിക്കുന്ന ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഉറപ്പായിട്ടും ഇനിയുള്ള എക്സാമിനേഷനും ചോദ്യങ്ങൾ വരുമെന്നും നമുക്ക് അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂടെയാണ് ഇങ്ങനെ ഈ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ആ ഭാഗത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമ്മൾ ആ ഒപ്പം ഒന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് സെറ്റായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഈ എക്സാമിനേഷന് ഇന്ത്യൻ ഭരണഘടനയിലെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഭരണഘടനയുടെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെ? ആമുഖം നമ്മുടെ സിലബസിലുണ്ട്, എല്ലാവരും ആമുഖത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പേഴ്സണൽ സജഷൻ തരുവാണ്. നമ്മുടെ ആമുഖം കുറച്ചല്ലേ ഉള്ളൂ, ഈ പ്രിയാമ്പിൾ നമ്മളങ്ങ് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക ചോദ്യങ്ങൾ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും നമുക്ക് 99.9% നമുക്ക് ആൻസർ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഇത്രയേ ഉള്ളൂ ഒരു ആമുഖം. അത് ബൈഹാർട്ട് ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയാൽ കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നതാണ്. ഇവിടെ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കി. കാരണം നമുക്കറിയാം, നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്, അല്ലേ? എന്നാൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഭാരതം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഭാരതം ശരിയാണോ ഇന്ത്യ മാത്രമാണോ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊവിഷണൽ കീയിൽ പക്ഷേ അത് ഭാരതം എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഭാരത ജനങ്ങൾക്കും കറക്റ്റാണ്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോഴും കറക്റ്റാണെന്നാണ് പ്രൊവിഷണൽ കീയിലെ ഓപ്ഷൻ ഡി ആൻസർ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ശരിക്കും വേറൊരു ഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ, ഭാരത് അങ്ങനെ രണ്ട് പദങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ്, ഇന്ത്യ എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ആമുഖത്തിന് നമ്മുടെ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് പാഠപുസ്തകം അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോളൂ. സാമൂഹ്യശാസ്ത്രം ഭാഗം 1 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4, അതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. ആ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് കൃത്യമായിട്ട് ആമുഖം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പോൾ ഭാരതം എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് ഈ ഡേറ്റ് മുതൽ 3/1/1977 മുതൽ പ്രാബല്യം. അതായത് 76 അമെൻമെന്റിൽ കൂട്ടിച്ചേർത്തേക്കുന്ന കാര്യങ്ങൾ ജനുവരി 3/1 എന്ന് പറയുമ്പോഴേക്കും ജനുവരി മാസം 3-ാം തീയതി 77 മുതൽ പ്രാബല്യം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, ഒരു പ്രിയാമ്പിൾ ബൈഹാർട്ട് ചെയ്യാം. ഇപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളം റിസോർട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിയൻ സെക്യുലർ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, അല്ലേ? അപ്പോൾ മലയാളത്തിൽ സോവറിയൻ പരമാധികാര, പിന്നെ
സോഷ്യലിസ്റ്റ് അതാണ് സ്ഥിതി സമത്വം, സെക്യുലർ അതായത് മതേതരത്വ, ഡെമോക്രാറ്റിക് ജനാധിപത്യ, റിപ്പബ്ലിക്. അപ്പോൾ അത്രയും നമ്മൾ ബൈഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്താ? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക്. പുതുതായിട്ട് എന്താ ചേർത്തിട്ടുള്ളത്? സ്ഥിതി സമത്വ, മതേതര, 2 പദം കൂട്ടിച്ചേർത്തു. അതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്. കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ 2 പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, സ്ഥിതി സമത്വവും മതേതരവും. പിന്നെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തേക്കുന്ന ഒരു പദം എന്താ ഇവിടെയാണ്, രാഷ്ട്രത്തിന്റെ ഐക്യവും എന്നതിന് പകരം ഒരു അഖണ്ഡതയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എവിടെ കൂട്ടിച്ചേർത്തു? 42ാം ഭേദഗതി. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 76ലെ 42ാം ഭേദഗതി. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഇവിടുന്ന് ചോദിക്കുന്നത് എന്താ? 3 തരത്തിലുള്ള നീതി ഉറപ്പ് നൽകുന്നുണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയും. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ നീതി എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. അതും കൃത്യമായിട്ട് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ എന്താണ്? പിന്നെ സമത്വം രണ്ട് രീതിയിലാണ്. ഏതൊക്കെയാണത്? പദവിയിലും അവസരത്തിലും സമത്വം, അല്ലേ? സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പദവിയിലും അവസരത്തിലും സമത്വം. ഇപ്പം 2 കാര്യങ്ങൾ. അപ്പോൾ സമത്വമായി, നീതിയായി. ഇനി സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇതവിടെ ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. 5 തരത്തിലുള്ള ഫ്രീഡം പറയുന്നുണ്ട്, അല്ലേ? ഫ്രീഡം എന്തിനൊക്കെയാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും. അപ്പോൾ നീതി കണ്ടു, പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടു, സമത്വം കണ്ടു. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സാഹോദര്യം പുലർത്തുവാനും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എത്ര വാക്കുകൾ കണ്ടു? നീതി കണ്ടു, സമത്വം കണ്ടു, സാഹോദര്യം കണ്ടു, സ്വാതന്ത്ര്യം കണ്ടു. ഇനി ഇത് എവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതെന്ന് പഠിക്കണം. നീതി എവിടെ നിന്നാണ്? റഷ്യയുടെ ഭരണഘടനയിൽ നിന്ന്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ റഷ്യയിൽ നിന്ന് എടുത്ത് എന്തൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ 3 തരത്തിലുള്ള നമ്മുടെ നീതി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. 5 തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇതിൽ പറഞ്ഞ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. 2 രീതിയിലുള്ള സമത്വം പറഞ്ഞ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി ഇതിലെന്താ പഠിക്കാനുള്ളത്? അവിടെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, 1949 നവംബർ 26 എന്നുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അപ്പോൾ എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ആയി, അല്ലേ? അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സ്ഥിതി സമത്വം, പരമാധികാര, സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നുള്ള ആ ഒരു ഭാഗം നമുക്കറിയാം. നീതിനെ പറ്റി നമ്മൾ പഠിച്ചു. ഈ 3 കാര്യങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം നമ്മൾ പഠിക്കുന്നു. ഈ ഡേറ്റ് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഈ പ്രിയാമ്പിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ചോദ്യത്തിൽ ആദ്യത്തേത് നമ്മളപ്പോൾ ക്ലിയർ ചെയ്തു, അല്ലേ? ഭാരതത്തിലെ ജനങ്ങളെന്നും ഇന്ത്യയിലെ ജനങ്ങളെന്നും നമുക്ക് പറയാം. അടുത്തത് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നു. ശരിയാണോ? 3 തരത്തിലുള്ള നീതിയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളിപ്പോൾ പ്രിയാമ്പിളിൽ കണ്ടു, അല്ലേ? ഏതൊക്കെയാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ 3 എണ്ണം വരുന്നുണ്ട്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ. സോഷ്യലാണ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ജസ്റ്റിസ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. പ്രിയാമ്പിൾ എന്നുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിയാമ്പിൾ ബൈഹാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ സെറ്റാണ്. അപ്പോൾ ചാപ്റ്റർ മനസ്സിലായല്ലോ. 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ള ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നമ്മുടെ LDCയുടെ എല്ലാ എക്സാമിനേഷനിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്ത്? ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേജിലും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? 1 മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 2 നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 3 നിയമനിർമ്മാണ പ്രക്രിയയിൽ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇതിൽ ഏതാണ് ശരി? 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഏത്? നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ മൗലികാവകാശങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? നമ്മൾ എടുത്തിട്ടുള്ളത് USA എന്നാണ്, അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, അല്ലേ? അപ്പോൾ 1 നമ്മുടെ ആൻസറിൽ വരണം. 1 ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് അവിടെ നിന്നേ കളഞ്ഞേക്കാം. ഇതിൽ 1 ഇല്ല, അതെന്താണല്ലോ ആൻസർ ആവില്ല. ഇനി നമുക്ക് 3 ചോയ്സേ ഉള്ളൂ. നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. PSP എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ്. അതും ശരിയാണ്. അപ്പോൾ 2 നമ്മുടെ ആൻസറിൽ വരണം. അപ്പോൾ 2 ഇല്ലാത്തതുണ്ടെങ്കിൽ നമുക്കത് കളയാം. ഇവിടെ 2 പറഞ്ഞിട്ടില്ല, നമുക്ക് B കളയാം. ഇനി 50-50 ആണ്, അല്ലേ? 3ാമത്തെ കൂടി ശരിയാണെങ്കിൽ നമ്മുടെ ആൻസർ D ആയിരിക്കും, തെറ്റാണെങ്കിൽ നമ്മുടെ ആൻസർ A ആയിരിക്കും. നമുക്ക് നോക്കാം. 3ാമത്തെ എന്താണ്? നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ശരിയാണോ? നിയമനിർമ്മാണ പ്രക്രിയ നമ്മൾ കാനഡയിൽ നല്ല എടുത്തിട്ടുള്ളത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ അവർ റൈറ്റ് ആൻസർ ഓപ്ഷൻ A 1 and 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ +1 ചാപ്റ്റർ ആണ് കേട്ടോ. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ചാപ്റ്റർ 1 ആണ്. +1 വരുന്നതാണ് കേട്ടോ. ഇതാ
ഇങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്, കാനഡയിൽ നിന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മാറി മാറി ഓരോ എക്സാമിനേഷനും ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ചോദ്യം ഇട്ടിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ മനസ്സിലാക്കാം. ഇതിൽ നോക്കിക്കേ, ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ FPTP, നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പാർലമെന്ററി ഭരണ സമ്പ്രദായം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ്. സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ നടപടിക്രമം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള ചെറിയൊരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കോഡ് പോലെ നിങ്ങൾക്ക് ഓർക്കാം. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ, CAGക്ക് പാർലിജി ബിസ്ക്കറ്റാണ് ഇഷ്ടം എന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. CAGക്ക് പാർലി ബിസ്ക്കറ്റ് കേട്ടോ, പാർലി ബിസ്ക്കറ്റാണ് ഇഷ്ടം. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതിൽ CAG എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഇത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. ഇവിടെ PA പാർലമെന്ററി സിസ്റ്റം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ്. R എന്ന് പറയുമ്പോൾ റൂൾ ഓഫ് ലോ ഓർക്കുക, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. L വരുമ്പോഴേക്കും നമ്മുടെ ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ നടപടിക്രമം, ആ ഒരു സംഭവം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റിലെ BI ബൈക്യാമറൽ ലെജിസ്ലേഷൻ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. S പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം ഓർക്കാം, സ്പീക്കർ അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏകപൗരത്വം, സ്പീക്കറും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു C നിങ്ങൾക്ക് ക്യാബിനറ്റ് സിസ്റ്റമായിട്ട് കണക്കാക്കാം. IT റിട്ട് എന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഓർക്കാനായിട്ട് ഈ ഒരു കോഡ് ഓർക്കാം. CAG പാർലിജി ബിസ്ക്കറ്റ്, CAG എടുത്തിട്ടുള്ള ബ്രിട്ടനിൽ നിന്നാണ്. PA പാർലമെന്ററി സിസ്റ്റം, R റൂൾ ഓഫ് ലോ, L ലെജിസ്ലേറ്റീവ് സിസ്റ്റം, BI ബൈക്യാമറൽ സിസ്റ്റം, S സ്പീക്കർ, S സിംഗിൾ സിറ്റിസൺഷിപ്പ്, പിന്നെ C ക്യാബിനറ്റ് സിസ്റ്റം, IT റിട്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അഡീഷണൽ ആയിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബ്രിട്ടനിൽ നിന്നാണ് ഓർത്ത് വെച്ചോളണം. ബാക്കിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ. പാർലമെന്ററി സിസ്റ്റം, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാപനം, നിയമനിർമ്മാണ നടപടിക്രമം ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് സെറ്റാവും. ഇനി അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ കണ്ടു, മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ള അമേരിക്കയിൽ നിന്നാണ്. നീതിന്യായ പുനഃപരിശോധന അധികാരം, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാണ്? അത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഒന്നും പോവില്ല അല്ലെ, അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഓർക്കാം. മൗലവി ECG ആസ്വദിച്ചു, മൗലവി ECG ആസ്വദിച്ചു. അപ്പോൾ CAG പാർലിജി ബിസ്ക്കറ്റ് ബ്രിട്ടൻ്റെ ആണ്, മറക്കണ്ട. മൗലവി ECG ആസ്വദിച്ചു എന്നുള്ളത് നമുക്ക് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളെ ഈ കോഡ് വെച്ച് ഓർക്കാം. മൗലിക അവകാശങ്ങൾ, V ഫോർ വൈസ് പ്രസിഡന്റ്, ആ ഒരു കോൺസെപ്റ്റ് അമേരിക്കയിൽ നിന്നാണ്. E ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, C സുപ്രീം കോടതി, G ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, പിന്നെ അവിടെ സ്വതന്ത്ര നീതിന്യായ വിഭാഗം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. പിന്നെയോ വൈസ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം വന്നിട്ടില്ലേ? മൗലികാവകാശങ്ങൾ, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, നീതിന്യായ പുനഃപരിശോധന, ഇത്രയുമാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അയർലൻഡിന്റെ ഭരണഘടന നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? അവിടെ നിന്നാണ് DPSP എടുത്തിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയേണ്ടത്, എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കാറുണ്ട്, പണ്ട് തൊട്ടേ ചോദിക്കാറുണ്ട്. DPSP എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ. ഇനി ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മുടെ പ്രിയാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ആ കോൺസെപ്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്തായ ആശയങ്ങളിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ളതാണ്. പിന്നെ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്നും ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, നമ്മുടെ അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് ആണ്. കാരണം സെൻട്രൽ സ്ട്രോങ് ആണ്, നമുക്ക് ശക്തമായ ഒരു കേന്ദ്രമുണ്ട്, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങളും ഉണ്ട്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് അല്ലേ. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്, പക്ഷെ സെപ്പറേറ്റ് അധികാരമുണ്ട്. അപ്പോൾ ആ ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടി ഒരു ഫെഡറൽ സമ്പ്രദായം എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? കാനഡയിൽ നിന്നാണ്. ഈ ഫെഡറലിന്റെ ഡാ കാണുമ്പോൾ, കാനഡയുടെ ഡാ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. അർദ്ധ ഫെഡറൽ, ആ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അപ്പോൾ കാനഡയെ ഓർക്കുക, ഈ ഡാ വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അവശിഷ്ട അധികാരം, ഞാൻ പറയാറുണ്ട്, കാനയിലാണ് നമ്മൾ അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നതെന്ന് ഓർത്താൽ മതി. അവശിഷ്ട അധികാരം എന്ന് കണ്ടാൽ, അവശിഷ്ടം എന്ന് കാണുമ്പോഴേ കാന എന്ന് ഓർത്തോളൂ. അപ്പോൾ കാനഡയിൽ നിന്ന് കടമെടുത്തുള്ള ആശയങ്ങൾ എങ്ങനെയൊക്കെ ഓർക്കാൻ, നമുക്ക് ഒന്ന് ഡാ വെച്ചിട്ട് ഫെഡറൽ സിസ്റ്റവും പിന്നെ ഈ ഒരു അവശിഷ്ട അധികാരം, ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ രണ്ടെണ്ണവും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ
ചോദിച്ചിട്ടുണ്ടായിരുന്നത്, തെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന അതായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഏത് എക്സാമിനാണെങ്കിലും നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഏത് രാജ്യത്ത് നിന്ന് ഏത് ആശയം കടമെടുത്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ റെഡി ആയിരിക്കണം. ഒരു തവണ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. വീണ്ടും 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 പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ എക്സാമിനേഷനിലും നമുക്കിത് ആവശ്യമുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഭാഗമൊക്കെ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ വൺ ടൈം നമ്മൾ പഠിച്ചുറപ്പിക്കേണ്ട കാര്യങ്ങളുമാണ്. ചാപ്റ്റർ മനസ്സിലായല്ലോ. +1 ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ സ്റ്റേജിലും ക്വസ്റ്റ്യൻ കണ്ടിരുന്നു കേട്ടോ. ഇനി റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ എന്നുള്ള സിലബസിന്റെ ഭാഗത്ത് ആർട്ടിക്കിൾ 32 പഠിക്കുമ്പോഴാണ് നമ്മൾ റിട്ടുകൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. എന്താണ്, എല്ലാവർക്കും അറിയുന്നതല്ലേ? എന്താ അതിന്റെ കറക്റ്റ് ആൻസർ? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം 100% അല്ലേ? നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതി നമുക്ക് അത് നേടിത്തരും. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം, ദാറ്റ് ഇസ് ഷുവർ. വാട്ട് അബൌട്ട് ഹൈക്കോർട്ട്? ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ? കൃത്യമായിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ പഠിക്കുന്നതാണ്. ഇത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ പഠിക്കുന്നതാണ്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. സോ ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഉറപ്പായിരിക്കണം ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ്, മറ്റ് കീഴ്ക്കോടതികൾക്കൊന്നും റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഷുവർ ആണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂ. ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് ഒരാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാവൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. സോ ഇത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ജില്ലാ കോടതിക്ക് അങ്ങനെ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതും തെറ്റാണ്. സോ 2ഉം 3ഉം തെറ്റാണ്. റൈറ്റ് ആൻസർ ഏതാണ്? ഓൺലി 1 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഭാഗത്ത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് നോക്കൂ. അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുമുള്ള മാർഗം ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ നമുക്ക് കുറേ മൗലികാവകാശങ്ങൾ തന്നുകൊണ്ട് കാര്യമില്ല അല്ലേ? അത് അവിടെ എഴുതി വെച്ചാൽ പോരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോടതി പോയി നേടിയെടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ജസ്റ്റിസബിൾ ആണെന്ന് പറയുന്നത്. നമുക്ക് കോടതിയിൽ പോകാം, കോടതി നമുക്കത് നേടിയെടുക്കാനായിട്ട് കോടതി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനാണ് കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അത് പ്രായോഗിക തലത്തിൽ ഈ അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും അവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുമുള്ള മാർഗം തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പലതവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? BR അംബേദ്കർ ആണ്. അത് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി അതിൽ പറയുന്നു ഇതിന് കാരണം എന്തുകൊണ്ട് അംബേദ്കർ അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ഒരു മൗലികാവകാശത്തിന്റെ ലംഘനം ഉണ്ടായാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി ഏതൊരു വ്യക്തിക്കും ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കുവാനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാര മാർഗത്തിലൂടെ ഉറപ്പ് നൽകുന്നുണ്ട്. വി ക്യാൻ ഐദർ ഗോ ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്. നമുക്ക് ഹൈക്കോടതി അല്ലെങ്കിൽ പരമോന്നത കോടതിയിൽ വരെ പോകാം. എന്തിന്? ഈ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ചാപ്റ്ററിൽ അത് പറയുന്നു. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത്തരം അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളും നൽകാൻ കഴിയും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പിച്ചോളണം. ഇനി കോടതികൾ ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടുകൾ. അപ്പോൾ കോടതി ഇപ്പോൾ നമ്മൾ ഹേബിയസ് കോർപ്പസ് നമുക്കറിയാം, ഒരാളെ അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചാൽ അയാളെ വിട്ടുകിട്ടാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ കോടതി കൊടുക്കുന്ന ഈ ഉത്തരവുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഈ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതാണ് ചാപ്റ്റർ? 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പം എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുണ്ട് എന്നാണ് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത് എന്താണ്? ആദ്യം തന്നെ നമ്മുടെ ബേസ് ആണ് അല്ലേ? ഒരു PSC സ്റ്റുഡൻറ്റിൻ്റെ ഒരു എന്താ പറയുക, എപ്പോഴും കയ്യിൽ കൂടി ഉണ്ടായിരിക്കേണ്ട അല്ലെ? ബൈബിൾ പോലെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിക്കേണ്ട പുസ്തകങ്ങളാണ് SCERT ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ NCERT എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ കാണിച്ചു തരുന്നത്. അടുത്ത ചോദ്യം നോക്കി. നിർദ്ദേശ തത്വവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? DPSP എന്ന് ചോദിച്ചു. കൃത്യമായിട്ട് സിലബസിൽ ആമുഖത്തിൽ നിന്ന് തുടങ്ങി മൗലികാവകാശങ്ങളിലെത്തി, പിന്നെ നമ്മൾ കടമെടുത്ത ആശയങ്ങൾ പറഞ്ഞു, ഇപ്പോൾ DPSPയിലോട്ട് വന്നു. സിലബസ് കൃത്യമായിട്ട് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ് അല്ലേ? നിർദ്ദേശ തത്വങ്ങൾ നീതിയുക്തമാണ്, ശരിയാണോ? ജസ്റ്റിസബിൾ ആണോ? കോടതിയിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഓൺലി
ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ മാത്രമാണ് നേടിയെടുക്കാൻ കോടതി പോകാൻ പറ്റുള്ളൂ, നിർദ്ദേശങ്ങൾ നീതിയുക്തമല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഓപ്ഷൻ ബി പോകും, അവിടെ നിന്ന് ഓപ്ഷൻ സി പോകും, ഓപ്ഷൻ ഡിയും പോകും. കണ്ടോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ തെറ്റെന്ന് ഉറപ്പിച്ച് നമ്മുടെ കയ്യിൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത് രണ്ടും ശരിയാണ്. ഇവിടുന്നേ മനസ്സിലായി, വായിച്ചില്ലെങ്കിൽ പോലും അല്ലേ. എന്താണ് അടുത്തത്? മൗലികാവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണ് DPSP നിർദ്ദേശ തത്വങ്ങൾ, ശരിയാണ്. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്, അതും ശരിയാണ്. ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ കാര്യം നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ പാർട്ട് 1 +1 ചാപ്റ്റർ 2 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. +1 ചാപ്റ്റർ 1 കണ്ടു, ചാപ്റ്റർ 2 ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 +1 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. എല്ലാ പൗരന്മാർക്കും സമത്വവും ക്ഷേമവും കൊണ്ടുവരിക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഭരണഘടനയിൽ ചേർത്ത ഭാഗങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദ അർഹമല്ലാത്ത ഭാഗങ്ങളാണ്, നോൺ ജസ്റ്റിസബിൾ ആണ്. ഇവ കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. DPSPയും അതുപോലെ തന്നെ മൗലിക കടമകളും രണ്ടിനും നമ്മൾ കോടതിയിലിട്ട് പോവേ വേണ്ട. നമ്മുടെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് കോടതി പോവാം. അത് നമുക്ക് സുപ്രീം കോടതിയിലും പോകാം, ഹൈക്കോടതിയിലും പോകാം. എപ്പോഴും ഉറപ്പിച്ചുള്ള ഈ 3 മൗലികാവകാശങ്ങൾ, DPSP, മൗലിക കടമകൾ. മൗലികാവകാശങ്ങൾ കോടതിയിൽ പോകാം, മറ്റു രണ്ടും പോകാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. മൗലികാവകാശങ്ങൾ ജസ്റ്റിസബിൾ ആണ്, DPSP മൗലിക കടമകൾ നോൺ ജസ്റ്റിസബിൾ ആണ്. ഓക്കെ, ഇവ കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല. ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് പിന്നിലുള്ള ധാർമ്മിക ശക്തി എന്ന് പറഞ്ഞത് എന്താണ്? ഗവൺമെന്റിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ അവ നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഭരണഘടനാ ശില്പികൾ ചിന്തിച്ചു. അവർ വിചാരിച്ചു ഈ DPSPയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്ക് സൗജന്യ നീതി, തുല്യനീതി, സൗജന്യ നിയമസഹായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ട്, ഗോവധ നിരോധനം പറഞ്ഞിട്ടുണ്ട്, പരിസ്ഥിതി സംരക്ഷണം പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കോടതി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യം ഇതൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോട് കൂടിയിട്ട് നടപ്പിലാക്കിക്കോളുമെന്നാണ് അവർ വിചാരിച്ചത്, അല്ലെ അവർ വിശ്വസിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഗവൺമെന്റ് സൃഷ്ടിക്കാൻ ജനങ്ങൾ പരിശ്രമിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പം നമ്മളും ഗവൺമെന്റിനെ കൂടി ഇതൊക്കെ ചെയ്യിപ്പിക്കുമെന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ വിചാരിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ നമുക്ക് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും അത് എല്ലാ സ്റ്റേജിലും തന്നെ ഉപരാഷ്ട്രപതി ഉണ്ടായിരുന്നു. ഇവിടെ ഉപരാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതിനെ പറ്റിയിട്ട് അല്ലെ എല്ലാ സ്റ്റേജിലും നമ്മൾ ചോദ്യം കണ്ടു. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റ്? ഉപരാഷ്ട്രപതി 6 വർഷത്തേക്കാണോ തിരഞ്ഞെടുക്കുന്നത്? അല്ല. ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ കാലാവധി 5 വർഷമാണ് പറയുന്നത്. തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ എ പോയി കിട്ടും. പിന്നെ ഇത് 1 കേട്ടോ, ഇത് 1. ഓപ്ഷൻ സി പോയി കിട്ടും. ലാസ്റ്റത്തെ ഓപ്ഷനും പോയി കിട്ടും കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ 1ഉം സിയും ഡിയും, എയും സിയും ഡിയും പോയി കിട്ടി. റൈറ്റ് ആൻസർ അവിടെ നിന്ന് തന്നെ കിട്ടിയില്ലേ? 2ഉം 3ഉം ശരി, 2ഉം 3ഉം ശരിയാണ്. എന്താ രണ്ടാമത്തത്? ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ. ഇലക്ടറൽ കോളേജാണ്, നമ്മൾ ഇതിന് മുന്നേയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളല്ല. ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷന് സംസ്ഥാനത്ത് നിന്ന് ആരും പോകേണ്ട കാര്യമില്ല. പ്രസിഡന്റിന്റെ ഇലക്ഷന് പോകും, നമ്മുടെ MLA പോകും. പക്ഷേ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് സംസ്ഥാനത്ത് നിന്ന് ആരും പോകുന്നില്ല. ആരൊക്കെയാണ് പിന്നെ പോകുന്നത്? പാർലമെന്റിലെ, ലോകസഭയിലെ, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും. അത് ക്ലിയർ ആണ്. സോ ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാന്ന് മനസ്സിലായാൽ തന്നെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2 and 3 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ SCRT 8ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിൽ 65ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ 5 എന്നുള്ളത് ക്ലിയർ ആണ്. ചോദ്യം എങ്ങനെ ഇട്ടു? 5 മാറ്റി 6 ആക്കി നമുക്ക് ചോദ്യത്തിൽ തന്നു, അല്ലെ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത്. മുന്നത്തെ ഒരു എക്സാമിനേഷന് ഈ സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പം മെത്തേഡ് ഓഫ് എലക്ഷൻ എന്നുള്ളത് രണ്ടുപേരും ശരിയാണ്. ഡയറക്റ്റ് എലക്ഷൻ അല്ല, അത് ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. റെപ്രസെന്റേറ്റീവ് സിസ്റ്റം ആണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലല്ല രാഷ്ട്രപതിനെയും ഉപരാഷ്ട്രപതിനെയും തിരഞ്ഞെടുക്കുന്നതെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സെയിം മെത്തേഡാണ്. എന്നാൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആ ഇലക്ടറൽ കോളേജിൽ പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എടുത്തു പറയേണ്ട ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ, വേറെ ആരെയും നിങ്ങൾ ചിന്തിക്കേണ്ട. പാർലമെന്റിലെ, ലോകസഭയിലെയും രാജ്യസഭയിലെ അംഗങ്ങൾ മാത്രം. പാർലമെന്റിലെ ഫുൾ MPs, എല്ലാ MP മാരും. ഒറ്റ ഉത്തരം. ഉപരാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? പാർലമെന്റിലെ MP മാർ.
ലോകസഭയിലുണ്ടോ? ഉണ്ട്. ലോകസഭയിലുണ്ട്. രാജ്യസഭയിലുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒന്നും ചോദിക്കേണ്ട പാർലമെന്റിലെ എംപിമാർ. അപ്പോൾ ചോദിക്കുക, തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർ മാത്രമാണോ നോമിനേറ്റഡ് എംപിമാർക്ക് പോകാവോ? ഒരു സംശയം വേണ്ട, ഒന്നും ചോദിക്കേണ്ട, എല്ലാ എംപിമാർക്കും. അത്രയേ ഉള്ളൂ. ഉപരാഷ്ട്രപതി ഇലക്ടറൽ കോളേജിലെ പാർലമെന്റിലെ ലോകസഭയിലെയും രാജ്യസഭയിലെയും എലക്റ്റഡും നോമിനേറ്റഡുമായ എല്ലാ അംഗങ്ങളും പങ്കെടുക്കും. വേറെ ആരും ഇല്ല. വേറെ ആരെയും കാര്യം ചോദിക്കേണ്ട. സംസ്ഥാന നിയമസഭയിൽ നിന്ന് പോകുന്നുണ്ട്, ചോദിക്കേണ്ട, ഇല്ല. ഇവർ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഉറപ്പിച്ചോളണം. ഓക്കെ. അപ്പം നിയമസഭാ അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിന്റെ ഭാഗമല്ല. കൃത്യമായിട്ട് അതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയും, ഇനി വേണമെങ്കിൽ ഈ ഒരു സെന്റൻസ് ആയിരിക്കും ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നതാ. രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലെ, രാജ്യസഭയുടെ അധ്യക്ഷനാ. അതുകൊണ്ട് ഉപരാഷ്ട്രപതിനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ പ്രമേയമാണ്, ആരാണ് ആ ഒരു പ്രമേയം പാസ്സാക്കേണ്ടത്? ആദ്യം ഭൂരിപക്ഷത്തോടെ പാസ്സാക്കേണ്ടത് രാജ്യസഭയാണ്. അവരുടെ ആളാണ് ഉപരാഷ്ട്രപതി, അവരുടെ ചെയർമാനാണ്. സോ രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അത് ലോകസഭ അംഗീകരിക്കുകയും ചെയ്താലാണ് ഉപരാഷ്ട്രപതിനെ പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഏത് സ്റ്റേറ്റ്മെന്റും ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇനിയുണ്ട് മരണം, രാജി, പുറത്താക്കൽ, അതായത് ഇംപീച്ച്മെന്റ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിഞ്ഞാൽ, രാഷ്ട്രപതി നാളെ ആ സീറ്റിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ, മേ ബി രാഷ്ട്രപതിയുടെ ഒരു വേക്കൻസി ആകാം, മരിച്ചു പോകുന്നതാകാം, അല്ലെങ്കിൽ രാജിവെച്ചതാകാം, പുറത്താക്കിയതാവാം. ഏതെങ്കിലും സിറ്റുവേഷനിൽ രാഷ്ട്രപതിയുടെ ആ പൊസിഷനിൽ ഒരു വേക്കൻസി വന്നാൽ ആരായിരിക്കും അവിടെ രാഷ്ട്രപതിയായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നത്? അത് ഉപരാഷ്ട്രപതിയുടെ റോളായിരിക്കും, ഉപരാഷ്ട്രപതിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. പുതിയ രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്നത് വരെയോ, കാലാകാലം ഇരിക്കാമെന്നല്ല, കണ്ടീഷനുണ്ട്. പുതിയ രാഷ്ട്രപതി എപ്പോൾ വരുന്നോ അപ്പോൾ വരെ. അത് പുതിയ രാഷ്ട്രപതി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നും ഇല്ല. അവിടെ ഒരു സമയം പറയുന്നുണ്ട്, പരമാവധി 6 മാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു രാഷ്ട്രപതി വരണ വരെ, അല്ലെങ്കിൽ മാക്സിമം 6 മാസം, അതായത് അതിനുള്ളിൽ പുതിയ രാഷ്ട്രപതിനെ കണ്ടുപിടിച്ചോളണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. 6 മാസത്തിന് അപ്പുറത്തേക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെ രാഷ്ട്രപതിയുടെ സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ റോള് ചെയ്യാൻ പറ്റുമെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ വന്നു. എപ്പോഴാണെന്നറിയോ? രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച സമയത്ത് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതിയായിട്ടിരുന്നത് അന്നത്തെ രാഷ്ട്രപതിയായിട്ടിരുന്നത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന BD ജെട്ടി ആയിരുന്നു. BD ജെട്ടി ഉപരാഷ്ട്രപതിയായിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതി വരണ വരെ ഇദ്ദേഹത്തിന് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരാണ്, ഏത് രാഷ്ട്രപതിയുടെ മരണത്തിന്റെ സമയത്താണെന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ. ഇങ്ങനെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളായിരിക്കും. 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓരോന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ചോദ്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ. ഡോക്ടർ രാധാകൃഷ്ണനാണ് ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? അത് ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി എന്നും ചോദിക്കാം, ഇപ്പോഴത്തെ രാജ്യസഭയുടെ ചെയർമാൻ ആരെന്നും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഒരേ ഉത്തരമാണ് അല്ലേ. ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിർദ്ദേശതത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നീതിയുക്തമാണ്, മൗലികാവകാശങ്ങൾക്ക് പുറമെയുള്ള അവകാശങ്ങളാണ് സമൂഹം കൈക്കൊള്ളേണ്ട ഉദ്ദേശലക്ഷ്യം. നമ്മൾ ആദ്യം കണ്ട ചോദ്യമാണ് അല്ലേ. അപ്പോൾ അവിടെ കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. നിർദ്ദേശതത്വങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഇനങ്ങൾ: സൗജന്യ നിയമസഹായം, അതിൻ്റെ ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ 39A ആണ്. പിന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം പറയുന്ന ആർട്ടിക്കിൾ 39D ആണ്. ഇതൊക്കെ ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. അപ്പം 39D, ഈ D പറയുമ്പോഴില്ലേ നിങ്ങൾ D എന്ന് ഓർത്താൽ മതി. D സ്ത്രീനെയല്ലേ നമ്മൾ D എന്ന് പറയാം. അപ്പം D കാണുമ്പോൾ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്ന ആർട്ടിക്കിളാണ്. അത്രയെങ്കിലും ഒന്ന് കണക്ഷൻ വെച്ച് നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാക്കല്ലോ. D എന്ന് പറയുമ്പോൾ D, സ്ത്രീക്കും പുരുഷനും തുല്യവേതനം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39D ആണ്. 39A സൗജന്യ നിയമസഹായമാണ്. രണ്ടും മാറിപ്പോണ്ട്, രണ്ടും അമെൻമെന്റ് വഴി വന്നതാണ്. 39D സ്ത്രീക്കും പുരുഷനും തുല്യവേതനം, 39A സൗജന്യ നിയമസഹായം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും DPSPയിലുള്ളതാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 46 ആണ്. 46 ഈ 6 ഇല്ലേ, ഇങ്ങനെ SC ആണെന്ന് ഓർത്താൽ മതി. SC അല്ലെ, SC രണ്ടും 6 കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം SC ST എന്ന് പറയുമ്പോൾ 46 എന്ന് ഓർത്ത് വെച്ചോളേ. 46 DPSPയിലെ SC STക്കാരെ പറ്റി പറയുന്നതാണ്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 46 ആണ്. D പറഞ്ഞത് ഏതാണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. 39A പറഞ്ഞത് സൗജന്യ നിയമസഹായം. ഓക്കെ.
ഇനി അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. DPSP ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടെ വരെയാ? ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയല്ലേ DPSP വരുന്നത്. 35 വരെ മൗലിക അവകാശം, 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെ DPSP, 51A മൗലിക കടമകളല്ലേ. അപ്പോൾ DPSPയുടെ ഏറ്റവും ലാസ്റ്റത്തെ ആർട്ടിക്കിളായ 51 സമാധാനമാണെന്ന് ഓർത്താൽ മതി. DPSPയുടെ ലക്ഷ്യം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടുക, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണല്ലോ. ലാസ്റ്റത്തെ ആർട്ടിക്കിൾ അന്താരാഷ്ട്ര സമാധാനത്തിൽ നിർത്തണേന്ന് ഓർത്താൽ മതി. അപ്പം 51 ഇനി മറക്കില്ലല്ലോ. 51 DPSPയുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ എവിടെയാണ് നിർത്തണേ? അന്താരാഷ്ട്ര സമാധാനത്തിലും സുരക്ഷിതത്വത്തിലാണെന്ന് ഓർത്തു വെച്ചോളണം. അപ്പം 51 നമുക്ക് ഓർക്കാലോ. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏത് എന്നൊരു ചോദ്യം വന്നാൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നമ്മൾ എവിടെയാണ് കണ്ടത്? DPSPയിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അത് DPSP പാർട്ട് 4 ആണെന്ന് ഓർത്ത് വെച്ചേക്കണേ, ഗാന്ധിജിയുടെ ആശയങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. കോടതികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ആദ്യത്തെ ശരിയാണോ? ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണോ? യെസ് ആണല്ലേ. നമുക്കറിയാം സുപ്രീം കോടതിയാണോ. ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്ന് വരണം നമ്മുടെ ആൻസറിൽ. ഒന്നില്ലാത്തത് നമുക്ക് കളഞ്ഞേക്കാം, ബി കളഞ്ഞേക്കാം. ഇതിൽ 3 നമ്മുടെ ആൻസർ കിടക്കുന്നുണ്ട്. ഇനി ഇതിലേതാ നിങ്ങൾക്ക് ഉറപ്പുള്ളത്? സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാൻ പറ്റുമോ? പറ്റും. പ്രസിഡന്റും സുപ്രീം കോടതിയും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടെന്ന് ഓർക്കുക. നമ്മൾ ഈ ഒരു കോഡ് പറയുമല്ലോ, ഈ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ കോഡാണല്ലോ 143 അല്ലേ. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയണത്, ആ സെൻസിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളേ. 143 എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയും നമ്മുടെ രാഷ്ട്രപതിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമെന്ന് ഓർക്കുക. അതായത് സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കുന്നു, സുപ്രീം കോടതി ഉപദേശം കൊടുക്കുന്നു, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആർട്ടിക്കിളാണ് ഇത് 143. ഇനി ആർട്ടിക്കിൾ 143 മറക്കരുത്. 143 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്താണ്? ഇറ്റ്സ് എന്താണ്? ഒരു കണക്ഷനാണ്. ആരൊക്കെ തമ്മിൽ? സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തമ്മിലുള്ള കണക്ഷൻ. എങ്ങനെ? സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കുന്ന ആ ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് 143. അപ്പോൾ സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് ഉപദേശം കൊടുക്കാമെന്നുള്ളത് ശരിയാണ്. അപ്പോൾ 3 ശരിയാണ്, 1 ശരിയാണ്. ഏതായിരിക്കും 1ഉം 3ഉം ശരിയായിട്ടുള്ളത്? ഇവിടെ 1ഉം 3ഉം ഉണ്ട്, ഇവിടെ 1ഉം 2ഉം ആണ്. അപ്പോൾ 3 ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് ഇത് കളയാം. ഇത് 3 ഇല്ല. ഇനി 1 3 ആണോ, 1 2 3 ആണോ? അപ്പോൾ 2 ശരിയാണോ നോക്കിയാൽ മതി. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കണം, അറിഞ്ഞാലേ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. പരിഗണിക്കുന്നുണ്ടോ കീഴ്ക്കോടതികൾക്ക്? അപ്പോൾ ചിലർക്ക് സംശയം വരാം, കീഴ്ക്കോടതി ക്രിമിനൽ കേസ് എടുക്കുമോ, സിവിൽ കേസ് മാത്രമേ എടുക്കുള്ളൂ? സംശയമൊന്നും വേണ്ട, അവർക്ക് 2 കേസും എടുക്കാം. സോ ഓൾ ഓഫ് ദ എബവ് ആണ് റൈറ്റ് ആൻസർ കേട്ടോ. കീഴ്ക്കോടതിക്ക് സിവിൽ ആൻഡ് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും. എല്ലാം ശരിയാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠം 10 നമ്മുടെ ഭരണഘടന എന്നുള്ള ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ SCERTയിലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ്. അതിനകത്ത് പറയുന്ന പോയിന്റ്സ് ഇങ്ങനെയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് അപ്പർമോസ്റ്റ് സുപ്രീം കോർട്ടാണ്. സംസ്ഥാനങ്ങളെ ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന കീഴ്ക്കോടതിയുടെ പേരെന്താ? മുൻസിഫ് കോടതി. ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന കീഴ്ക്കോടതിയുടെ പേരെന്താ? മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ സിവിൽ കേസും ക്രിമിനൽ കേസും കീഴ്ക്കോടതി എടുക്കുമെന്ന് മനസ്സിലായില്ലേ? സിവിൽ കേസൊക്കെ എങ്ങോട്ടേക്ക് പോകും? കീഴ്ക്കോടതിയിൽ എവിടേക്ക് പോകും? മുൻസിഫ് കോടതിയിലേക്ക് പോകും. സിവിൽ കേസ് പോകുന്നത് മുൻസിഫ് കോടതിയിലേക്ക്. ക്രിമിനൽ കേസ് എങ്ങോട്ടാണ് പോണേ? മജിസ്ട്രേറ്റ്. അപ്പം മജിസ്ട്രേറ്റ് ക്രിമിനൽ ആണ്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ക്രിമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളെ ഓർക്കും അല്ലെ. ഇപ്പോൾ ഒരു വ്യക്തി, മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോഴും ഒരു പേഴ്സൺ ആണല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ക്രിമിനൽ കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. സിവിൽ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് മുൻസിഫ് കോടതിയാണ്. അപ്പോൾ കീഴ്ക്കോടതി സിവിലും ക്രിമിനലും കേസുകൾ എടുക്കും എന്നുള്ള ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാ ഓപ്ഷനും അതിനകത്ത് ശരിയാണ്. അപ്പോൾ പിന്നെ +1 ചാപ്റ്റർ 7 ഈ ചോദ്യത്തിന് ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യം ഏതാണ്? കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് അല്ലേ. ലിസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കേന്ദ്ര ലിസ്റ്റാണോ, ഇത് സംസ്ഥാന ലിസ്റ്റാണോ, ഇത് കൺകറന്റ് ലിസ്റ്റാണോ, ഇത് അവശിഷ്ട അധികാരമാണോ എന്നുള്ളത് മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് +1 ചാപ്റ്റർ 7 കിടക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൽ വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. വിദേശകാര്യം ഏത് ലിസ്റ്റാണ്? വിദേശകാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അല്ലേ. അത് കേന്ദ്ര ലിസ്റ്റാണ്, ശരിയാണ്. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എല്ലാവർക്കും അറിയാതെ ഇന്ത്യയിലെയാണ് അല്ലേ. അത് കേന്ദ്ര ലിസ്റ്റാണ്. കൃഷി വരുമ്പോഴോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിൽ കൃഷിയാണോ ഗുജറാത്തിൽ ചെയ്യുന്നത്? അതാണോ ജമ്മു കാശ്മീരിൽ? അത് കേന്ദ്രത്തിന് മൊത്തത്തിൽ നോക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭൂമിശാസ്ത്ര സവിശേഷതകളും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ കൃഷി സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യമാണെന്ന് ഓർത്തോളണം. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ആണ് കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത്. ഓൺലി 1 and 2 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ.
+1 ചാപ്റ്റർ 7 കേട്ടോ. അടുത്ത ചോദ്യം 28ാമത്തെ 29ാമത്തെയും ചോദ്യം ഇതേ ചാപ്റ്ററിൽ നിന്നാണ്. അടുത്ത ചോദ്യം ഞാൻ കാണിച്ചു തരാം. അടുത്ത ചോദ്യവും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ലിസ്റ്റുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ഇതിലേതാ കറക്റ്റ്? വനം കൺകറന്റ് ലിസ്റ്റ് ആണോ? 42ാം അമെൻമെന്റ് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യമൃഗങ്ങളുടെയൊക്കെ സംരക്ഷണം, പിന്നെന്താണ് നീതിന്യായ ഭരണം, ഇതൊക്കെ നമ്മൾ നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത 5 വിഷയങ്ങളാന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. ആ 42ാം അമെൻമെന്റ് അറിയാവുന്നവർക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റും വനം എന്താണ് കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇപ്പോൾ 2 ശരിയാണ്. 2 ശരിയാണെങ്കിൽ 2 വരുന്ന അല്ലാത്ത ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഡിയും പോയി കിട്ടും. നമ്മുടെ 2 ഇല്ലാത്ത ഡി മാത്രമല്ല അല്ലേ, ഡി പോയി കിട്ടി. ആദ്യത്തെ പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റ് ആണോ? അത് നമ്മൾ ആ കോവിഡിൻ്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. കോവിഡ് വരുമ്പോഴത്തേക്കും നമ്മൾ കോവിഡ് വന്ന സമയത്തൊക്കെ പറയില്ലായിരുന്നു ആരോഗ്യകാര്യത്തിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന സംസ്ഥാനം കേരളമാണ് അല്ലേ. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് പൊതുജനാരോഗ്യം ഹാൻഡിൽ ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണത്, മറക്കണ്ട. കൃഷി, പൊതുജനാരോഗ്യം ഒക്കെ സംസ്ഥാന ലിസ്റ്റാണ്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നില്ലാത്ത സി കളയാം അവിടെ നിന്ന് അല്ലേ, സി കളയാം. അപ്പോൾ 2 പോയി കിട്ടി. അപ്പോൾ അടുത്തത് ശരിയാണെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ആണ്, തെറ്റാണെങ്കിൽ ബി ആയിരിക്കും. അടുത്ത എന്താണ്? സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ. സൈബർ നിയമങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കേണ്ടതാണ്. അവശിഷ്ടാധികാരങ്ങളിൽ വരുന്ന വിഷയങ്ങളിൽ ഉള്ളതാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിലാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു +1 ചാപ്റ്റർ 7 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം. റെയിൽവേ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ്, പിന്നെ വിദേശകാര്യം, പ്രതിരോധം തുടങ്ങി വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. യുദ്ധം എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ അല്ലേ, യുദ്ധവും സമാധാനവും. പിന്നെ ആണവോർജമൊക്കെ കേന്ദ്രത്തിന്റെ കാര്യമാണ്. ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ വ്യോമയാനം കേന്ദ്ര ലിസ്റ്റിലാണ്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിലാണ്. തുറമുഖങ്ങൾ റീസെൻ്റ്ലി നടന്ന എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുറമുഖങ്ങൾ. പിന്നെ വിദേശ വ്യാപാരം, അതുപോലെ നാണയ വ്യവസ്ഥ, തപാല്, ഇതെല്ലാം കേന്ദ്ര ലിസ്റ്റിലാണ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങൾ നിയമനിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ. ഇനി സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം. പോലീസ്, ജയില്, പൊതുജനാരോഗ്യം, പിന്നെ പ്രാദേശിക ഗവൺമെൻറ്, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പാലനം, പിന്നെ സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ഇതൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഭൂമി വരുന്നുണ്ട്, മദ്യം, അതുപോലെ വാണിജ്യവും വ്യാപാരവും, പിന്നെ നമ്മുടെ കൃഷി, പോലീസ്, ജയിൽ, ക്രമസമാധാനമൊക്കെ ഒരു സംസ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി സംയുക്ത ലിസ്റ്റിൽ എന്തൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം ഉള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. അതിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിൻ്റെ കൈമാറ്റം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റാണ്. ഓർത്തോണം. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റാണ്. ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെ വരുന്നുണ്ട്? ഈ 3 വിഷയങ്ങളിലും പറയാത്ത കാര്യങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോണം. നമ്മുടെ സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, അവശിഷ്ടാധികാരങ്ങൾ നിയമനിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? അവശിഷ്ടാധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് നിയമനിർമ്മിക്കാനുള്ള അധികാരം ഉള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്തെന്നുള്ളതാണ്. 73ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്ന് വിളിക്കുന്നു. 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഇതിലേതാ കറക്റ്റ്? 73ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ? 42ാം ഭേദഗതിയാണ്. ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണ്. നമുക്ക് ഒന്നുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൻസറിലോട്ട് വന്നു കഴിഞ്ഞു. ഏതാണ്? ഓൺലി 1 and 2 and 3 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. ഇത് 2 ശരി. അപ്പോൾ നോക്കേണ്ട കാര്യമില്ല അല്ലേ. 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ വീണ്ടും ചോദിച്ചിരിക്കുന്നു. 2ഉം ശരിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ +1 8ാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്. പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുണ്ട്. അതിനകത്ത് 73ഉം 74ഉം ഭേദഗതികളെ പറ്റി പറയുന്നുണ്ട്. ഈ 2 ഭരണഘടനാ ഭേദഗതികൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വർഷം 1989
പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളത് ഇവയെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. 1 സെക്കൻഡ്. ഈ ഭേദഗതികളെ ലക്ഷ്യം വെച്ചത് പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തുടനീളം ഇവയ്ക്ക് ഏകീകൃത ഘടനയും ചുമതലകളും നൽകുക എന്നുള്ളതാണ്. ഈ ഭേദഗതികൾ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 92. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. 2 ഭേദഗതികളും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് 1989 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് പാസ്സാക്കിയത് പാർലമെന്റിൽ, അത് പാസ്സാക്കപ്പെട്ടത് ഭരണഘടനാ സ്ഥാപനമായിട്ട് മാറുന്നത് 92. പിന്നെ ഈ ഭേദഗതികൾ എന്താണ് ലക്ഷ്യം വെച്ചത്? പ്രാദേശിക ഗവൺമെന്റുകളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുക, കുറെ കൂടെ സ്ട്രോങ് ആക്കുക, രാജ്യത്തുടനീളം ഇവയ്ക്ക് ഏകീകൃത ഘടന ചുമതലയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 73, 74 ഭേദഗതികൾ പാസ്സാക്കിയത് 92. 73 ഭേദഗതി എന്താ പറഞ്ഞത്? പഞ്ചായത്ത് രാജാണ്. ഗ്രാമീണ തല പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്, അല്ലെ? 74 ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. നഗരപാലികയാണ് 74 പറഞ്ഞത്. 73 ഗ്രാമീണം, 74 നഗരപാലിക. 73, 74 പ്രാബല്യത്തിൽ വന്നത് 93, പാസ്സാക്കിയത് 92, പ്രാബല്യത്തിൽ വന്നത് 93. ഈ 2 വർഷമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടേ. 92 കൊണ്ടുവന്നു, 93 പാസ്സാക്കി. നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. 73 പഞ്ചായത്ത് രാജ് ഗ്രാമങ്ങളിലെ പ്രാദേശിക വികസനമാണ്. 74 നഗരപാലികയാണ്. കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കണം. അടുത്ത ചോദ്യം, ഇനിയുണ്ട് ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എവിടെ നിന്നാണ്? മൗലിക കടമകളിൽ നിന്നല്ലേ. ഇനി അവിടെ നിന്നും കൂടെ ചോദിക്കാത്തേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാം ഒക്കെ ആയി ഏകദേശം. മൗലിക കടമകളിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്, ശരിയല്ലേ? ഒറിജിനൽ 10 ആയിരുന്നു, പിന്നെ ഒരെണ്ണോട് കൂട്ടിച്ചേർത്തു. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം മാതാപിതാക്കളുടെ കടമയാണെന്ന്. അങ്ങനെ നിലവിൽ 11 ഉണ്ട്. 1 ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് കളഞ്ഞേക്കാം അല്ലേ? ഓൺലി 2 and 3 നമുക്ക് കളയാം. ഇനി അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളാണോ? 51, 36 തൊട്ട് 51 വരെ DPSP, 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. 2ഉം ശരിയാണ്. അപ്പൊ 2 ഇല്ലാത്തതുണ്ടെങ്കിൽ കളഞ്ഞേക്കാം. എന്നാൽ നമുക്ക് B കളഞ്ഞേക്കാം. ഇനി ഇതിലൊന്നാണ് ആൻസർ അല്ലേ? ഭരണഘടനയിലെ ഭാഗം 4A ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലേ? 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി ഒക്കെ പറഞ്ഞു, 2 പൗരത്വം പറയുന്നു, 3-ാം ഭാഗം മൗലിക അവകാശങ്ങൾ പറയുന്നു, 4-ാം ഭാഗം നിർദ്ദേശ തത്വങ്ങൾ പറയുന്നു, 4A ആണ് മൗലിക കടമകൾ. ഇത് ശരിയാണ്. സോ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓൾ ഓഫ് ദ എബോവ് മൗലിക കടമകൾ. അപ്പോൾ ഇത് SCRT-യിലുണ്ട്. 9ാം ക്ലാസ്സിലെ പാഠം 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞ ഭാഗത്താണ്. 9ാം ക്ലാസ്സിലെ പാഠം 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം 4A ആണ്. നിലവിൽ മൗലിക കർത്തവ്യങ്ങൾ കേട്ടോ, മൗലിക കർത്തവ്യങ്ങൾ. നിലവിൽ മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാണ് ഉള്ളത്. മൗലിക കർത്തവ്യങ്ങളിൽ 11ാമത്തെ ഒരെണ്ണം കൂട്ടിച്ചേർത്തത് 76-ലെ 42ാം ഭേദഗതിയിലൂടെയാണെന്ന് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചോണം. മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 11 എണ്ണമാണുള്ളത്. ഒരെണ്ണം കൂട്ടിച്ചേർത്താണ്. ഏതാ കൂട്ടിച്ചേർത്തെ? 6 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്നാണ് കൂട്ടിച്ചേർത്തത്. പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആണ് കേട്ടോ. മൗലിക കടമകൾ എവിടെ നിന്ന് എടുത്തത് അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഈ രാജ്യം എന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഇനിയുണ്ട് ചോദ്യം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇലക്ഷൻ കമ്മീഷൻ കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ കേരളം ഭരണ സംവിധാനത്തിനുള്ള ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഭാഗത്തു നിന്നാണെന്ന് പറയാം. എന്തായാലും എനിക്ക് ചോദ്യം നോക്കിയേക്കാം. ഷാജഹാനാണ് ഇലക്ഷൻ കമ്മീഷണറാണോ? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാനാണ് അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ആണ് ഇവരുടെ പ്രധാന ധർമ്മം. നമുക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഭാഗമാണ് ഈ ചോദ്യം അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണോ കേരള ഇലക്ഷൻ കമ്മീഷനാണോ നിയമസഭയുടെ ഇലക്ഷൻ നടത്തുക? കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ നിയമസഭ ഇലക്ഷൻ നടത്തുക എന്ന് സാമാന്യ ബോധത്തിൽ നമുക്ക് തോന്നാം. പക്ഷെ ആ തോന്നൽ തെറ്റാണ്. എന്താ കാര്യം? കേന്ദ്രത്തിലെ ഇലക്ഷനും സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വെറുതെ ആണോ? അല്ല. അവർ ഏത് ഇലക്ഷൻ നടത്തുക? അവർ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടത്തട്ടെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം. പാർലമെന്റിന്റെ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നടത്തുന്ന ആര് തന്നെയാണ്? ഈ 2 ഇലക്ഷനും നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ആരാ നടത്തുക? അത് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അല്ലേ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങോട്ടേക്കുള്ള ഇലക്ഷനൊക്കെ നടത്തുന്നത് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ 1, 3 ശരിയാണ്, 2 തെറ്റാ. 2 തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് പോയി കിട്ടുമോ? 2 തെറ്റാണെങ്കിൽ A പോകും, B പോകും, D പോകും അല്ലേ? 2 തെറ്റാന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസറോട്ട് വരാൻ പറ്റും. 1 and 3 ആണ് ആൻസർ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞോളൂ കേട്ടോ. ഇത്
നമ്മുടെ +1 അധ്യായം 3 പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറഞ്ഞിട്ട്. SCRTയും NCRTയും നന്നായിട്ട് പഠിച്ചോളണം എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് SCRT NCRT എന്നൊക്കെ തന്നെയാണ്, പുറത്തുനിന്നൊന്നും അല്ല, ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നതെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് തദ്ദേശ ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതും നിയമിക്കുന്നതും അല്ലെ, നിയന്ത്രിക്കുന്നതും. അപ്പൊ തദ്ദേശ ഗവൺമെന്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ഇവരാണ്. ആര്? നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. അത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ വ്യത്യസ്തമായി സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് തദ്ദേശ ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും നിയന്ത്രിക്കുന്നതും. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ആ ഒരു എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ കഴിഞ്ഞ, അതായത് നമ്മുടെ ഒക്ടോബർ 5-ാം തീയതി നടത്തിയ എറണാകുളം, വയനാട് ആ ജില്ലകളിലെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊക്കെയാണോ റിപ്പീറ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഇത്രയും ഭാഗത്തു നിന്നൊക്കെ തന്നെയാണോ റിപ്പീറ്റ് ചെയ്തത്? കാരണം ഇതുവരെ നമ്മൾ കണ്ട ചോദ്യപേപ്പറുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കണ്ടു. ഉപരാഷ്ട്രപതിനെ പറ്റിയുള്ള ചോദ്യം കണ്ടു, മൗലിക അവകാശങ്ങൾ കണ്ടു, ഓരോ രാജ്യത്തു നിന്നും കടമെടുത്ത ആശയങ്ങൾ കണ്ടു, പിന്നെ ഏതൊക്കെ കണ്ടു? ലിസ്റ്റുകൾ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ സുപ്രീം കോടതി കണ്ടു, പഞ്ചായത്ത് രാജ് കണ്ടു അല്ലേ. ഇനി മൗലിക കടമകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ തന്നെയാണോ വന്നതെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിട്ട് കിടക്കണേക്കാളും മുന്നേ ഈ കഴിഞ്ഞ സ്റ്റേജുകളിൽ എല്ലാത്തിലും കൂടെ വന്ന ചോദ്യങ്ങളുടെ ഏരിയ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ആമുഖം സിലബസാണ്, ചോദ്യം ചോദിച്ചു. മൗലികാവകാശങ്ങൾ സിലബസാണ്, ചോദ്യം ചോദിച്ചു. മൗലിക കടമകൾ സിലബസാണ്, ചോദ്യം ചോദിച്ചു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി, ഇവരെ പറ്റി ഒക്കെ പല പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചോദ്യങ്ങൾ കണ്ടു. പിന്നെ ലിസ്റ്റുകളിൽ നിന്ന് ചോദ്യം വന്നു, പഞ്ചായത്ത് രാജിൽ നിന്ന് ചോദ്യം വന്നു, DPSP നിന്ന് ചോദ്യം വന്നു, സുപ്രീം കോടതി ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യം വന്നു. ഇനി നമ്മുടെ സിലബസിൽ ചോദ്യം വരാത്ത ഏരിയ എവിടെ നിന്നറിയാവോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഞാൻ പറഞ്ഞ അല്ലാണ്ട് സിലബസിൽ ഇനി എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് വിവിധ കമ്മീഷണർമാരുണ്ടല്ലേ, ഭരണഘടനാ സ്ഥാപനങ്ങളില്ലേ നമുക്ക്? പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അറ്റോർണി ജനറൽ, CAG, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ, UPSC, ഇങ്ങനെ കുറേ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ചോദ്യം അധികം നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. പിന്നെ ഏതാ? നമ്മുടെ അടിയന്തരാവസ്ഥ, അധികം ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ വേറെ ഏതാ? അമെൻമെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് കൊണ്ടൊരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കുറേ അമെൻമെൻറ്റ്സ് പഠിക്കാനുണ്ട്, അതിൽ നിന്ന് അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് വരുമ്പോൾ ഈ കാണാത്ത ഭാഗത്തു നിന്നാണോ കണ്ട ഭാഗത്ത് നിന്ന് തന്നെയാണോ ചോദ്യം വന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ചോദ്യം കണ്ടാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ നോക്കുകയാണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര്? അപ്പോൾ എവിടുന്നാ ചോദ്യം വന്നേ? ഈ പറഞ്ഞ ഭാഗത്തുനിന്നൊന്നും അല്ല അല്ലേ, ഇത് കമ്മീഷനിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ഈ ഒരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രമല്ല, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ക്വസ്റ്റ്യനും കൂടെയാണ്. കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കമ്മീഷന്മാരുടെയും പ്രത്യേകിച്ച് റീസെൻ്റ്ലി വന്ന അപ്പോയിൻമെൻറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചോദ്യം കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗ്യമുണ്ട്. കറണ്ട് അഫെയർ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും ആൻസർ കൊടുക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആളാണെങ്കിലും ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു അല്ലേ. അത് ലെക്കാകാം, അറിയില്ലെങ്കിൽ പോയി. കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിച്ചു, പക്ഷേ അപ്ഡേഷൻസ് ഒന്നും അറിയത്തില്ല, ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പോയി. അല്ലെങ്കിൽ വളരെ ഈസി അല്ലേ, ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ടത് തന്നെ ജസ്റ്റ് പോയിട്ട് OMRൽ കറുപ്പിച്ചാൽ മതി. ആരാണ് ഇപ്പോഴത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ? ആരാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ? കിഷോർ മക്വാനയാണ്. ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ഈ പേരൊക്കെ അറിഞ്ഞ് വരാനായിട്ട് സമയം എടുക്കണേ ഉള്ളൂ അല്ലേ. കാരണം 3 വർഷത്തേക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഒരു പേരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് ആ ആൾ മാറി അടുത്തൊരാൾ വരുമ്പോഴേക്കും ആ പേര് നമ്മുടെ തലയിലേക്ക് പതിയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും എക്സാമിനേഷന് പോകുന്നതിനേക്കാൾ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആ ലാസ്റ്റ് ദിവസങ്ങളൊന്ന് ഓടിച്ചെങ്കിലും നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ കിഷോർ മക്വാനിയാണ്. ഇവിടെ എന്താ കൺഫ്യൂഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർമാനാ, പട്ടികവർഗ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ്. അപ്പോൾ പട്ടികജാതി കമ്മീഷൻ്റെയും പട്ടികവർഗ കമ്മീഷൻ്റെയും മൈനോറിറ്റി കമ്മീഷൻ്റെയും ഒക്കെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചോളണം. ഇത് SCRT NCRT ഒന്നും അല്ല, ഇത് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് എന്ന ഭാഗത്ത് തന്നെയുള്ള ചോദ്യമാണ്. ബട്ട് അത് നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ കറണ്ട് അഫെയറും കൂടെ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കോ. പട്ടികജാതി കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 338 ആണ്. പട്ടികജാതി കമ്മീഷൻ എന്നാ നിലവിൽ വന്നത്? 2004 ഈ പട്ടികജാതി കമ്മീഷൻ പഠിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, ഇതേ കാര്യങ്ങൾ തന്നെയാണ് പട്ടികവർഗ കമ്മീഷനും അല്ലേ. എല്ലാം സെയിമാണ്, ഒരേ വർഷം വന്നു. പിന്നെ ഒരേ ആൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഒരേ ആൾ റിമൂവ് ചെയ്യുന്നു, ഒരാളെ തന്നെയാണ്, ഒരാളുടെ അടുത്താണ് രണ്ടുപേരും രാജി കൊടുക്കുന്നത്. രണ്ട് കമ്മീഷൻ്റെയും വർക്കിംഗ് എല്ലാം സിമിലർ ആണ്. പിന്നെ ആർട്ടിക്കിളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതും ചെറിയ വ്യത്യാസം. എന്താ? പട്ടികജാതി കമ്മീഷൻ 338 ആണ്, പട്ടികവർഗ കമ്മീഷൻ 338A ആണ്. അപ്പോഴും 338 എന്നുള്ള നമ്പർ സെയിം ആണ് അല്ലേ. രണ്ടും വന്നിരിക്കുന്നത് 2004 പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്.
അതുകൊണ്ട് അതിന് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പം നമുക്കറിയാം അത് ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് പട്ടികവർഗ കമ്മീഷൻ എന്ത് തന്നെയായിരിക്കും? ഭരണഘടനാ സ്ഥാപനമായിരിക്കും. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338. നിങ്ങൾ പറയൂ, പട്ടികവർഗ കമ്മീഷനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? 338A. പട്ടികജാതി കമ്മീഷന് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ചെയർമാനെ അംഗങ്ങളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. നിങ്ങൾ പറയൂ, പട്ടികവർഗ കമ്മീഷന് ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? പട്ടികജാതിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ പട്ടികവർഗത്തിന്റെയും പ്രസിഡന്റ് തന്നെയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ്, ഇൻക്ലൂഡിംഗ് ചെയർമാൻ. നിങ്ങൾ പറയൂ, പട്ടികവർഗ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ഇൻക്ലൂഡിംഗ് ചെയർമാൻ 5 തന്നെയാണ്. പട്ടികജാതി കമ്മീഷന്റെ 5 ആണെങ്കിൽ പട്ടികവർഗ കമ്മീഷന്റെയും 5 തന്നെയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. നിങ്ങൾ പറയൂ, പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. പട്ടികജാതി കമ്മീഷൻ 3 വർഷമാണ് കാലാവധി എന്നുണ്ടെങ്കിൽ പട്ടികവർഗ കമ്മീഷൻ 3 വർഷമാണ്. പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ആർട്ടിക്കിൾ 338 SC കമ്മീഷൻ, ആർട്ടിക്കിൾ 338A ST കമ്മീഷൻ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുക, കേന്ദ്രവും സംസ്ഥാനവും കമ്പയർ ചെയ്യുക. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റ് ആണ്. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. പട്ടികവർഗ കമ്മീഷന്റെയും 3 വർഷമാണ്. പട്ടികജാതി കമ്മീഷനും ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. പട്ടികവർഗ കമ്മീഷനും ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ഈ കമ്മീഷൻ എന്ന നിലവിൽ വന്നത് 2004 ഈ കമ്മീഷൻ എന്ന നിലവിൽ വന്നത് അതും 2004. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ. ഇനി പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാന്റെ പേര് സൂരജ് ഭാൻ. അവിടെ വ്യത്യാസം വരും അല്ലേ? ചെയർമാൻ വ്യത്യാസം വരും. ആസ്ഥാനം 2 സെയിം അല്ലേ? പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോകനായക ഭവനാണ്. പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം ലോകനായക ഭവനാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ സിമിലർ. ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. ചെയർമാനെ അംഗങ്ങളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് പ്രസിഡന്റിനായിരിക്കും. 338 SC കമ്മീഷൻ, 338A ST കമ്മീഷൻ രണ്ടും 2004 വന്നു. രണ്ടിന്റെ ആസ്ഥാനം ലോകനായക ഭവനാണ്. പിന്നെ വ്യത്യാസം വരുന്നത് ചെയർമാന്റെ പേര് പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ ആണ്. പട്ടികവർഗ കമ്മീഷൻ ആവുമ്പോഴേക്കും ചെയർമാന്റെ പേര് മാറും. നമുക്ക് നോക്കാം. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. 338A ST കമ്മീഷൻ നിലവിൽ വന്നത് 2004. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. വകുപ്പ് 338A ഓൾറെഡി പറഞ്ഞു. ചെയർമാനി അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 5 പേരാണുള്ളത്. കാലാവധി ഓൾറെഡി പറഞ്ഞു, 3 വർഷമാണ്. ഇനി നമുക്ക് ആദ്യത്തെ അധ്യക്ഷൻ ആരാന്നാണ് അറിയേണ്ടത് അല്ലേ? ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? കൻവർ സിംഗ് ആണ് പട്ടികവർഗ കമ്മീഷന്റെ. പട്ടികജാതി കമ്മീഷന്റെ സൂരജ് ഭാനും പട്ടികവർഗ കമ്മീഷന്റെ കൻവർ സിംഗും ആണ്. ഇനി ആസ്ഥാനം സെയിം ആണ്, ലോകനായക ഭവനാണ്. ഇനി 2021 അപ്പോയിന്റഡ് ആയിട്ടുള്ള പുതിയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാ? അന്തർ സിംഗ് ആര്യയാണ്. അപ്പൊ ഈ എക്സാമിനേഷൻ നമ്മളോട് ചോദിച്ചത് SC കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു, കിഷോർ മക്വാനി ആയിരുന്നു. മേ ബി അടുത്ത എക്സാമിന് ചോദിക്കാൻ പോകുന്നത് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കും. ആരാണത്? അന്തർ സിംഗ് ആര്യ. രണ്ടും റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ ഈ 2 പേരും നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഉറപ്പിച്ചോളണം. ഒന്ന് കിഷോർ ആണ്, ഒന്ന് അന്തർ സിംഗ് ആര്യയാണ് അല്ലെ. SC കമ്മീഷന്റെ കിഷോർ മക്വാനിയും ST കമ്മീഷന്റെ അന്തർ സിംഗ് ആര്യയുമാണ്. ഈ 2 പേരും ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ബൈ ഹാർട്ട് ചെയ്യുക. കിഷോറും അന്തർ സിംഗ് ആര്യയും. SC കമ്മീഷൻ, ST കമ്മീഷൻ. ഓക്കെ. അടുത്ത ചോദ്യം, യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ലിസ്റ്റുകൾ വരുന്നത് ഏത് ഷെഡ്യൂളിലാണെന്ന്. ഷെഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂളിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നാണ്. ഞാൻ അതിന്റെ കോഡ് വെച്ചിട്ട് നമ്മൾ എൻട്രിയിൽ ഒരു ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ളത് നമുക്ക് എല്ലാ ഷെഡ്യൂളും ഓർത്ത് വെക്കാനുള്ള കോഡാണ്. ടി എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി 1ാം ഷെഡ്യൂള്. ഇ എന്ന് പറയുന്നത് എമോളിമെന്റ്സ് ആണ്, സാലറിനെ പറ്റി പറഞ്ഞത് 2ാം ഷെഡ്യൂള്. എ എന്ന് പറഞ്ഞാൽ അഫിർമേഷൻ അല്ലെങ്കിൽ ഓത്ത്, സത്യപ്രതിജ്ഞനെ പറ്റി പറഞ്ഞത് 3ാം ഷെഡ്യൂള്. 6 രാജ്യസഭയുടെ സീറ്റ് അലോക്കേഷൻ 4ാം ഷെഡ്യൂള്. SC പട്ടികജാതിക്കാരെ പറ്റിയൊക്കെ പറഞ്ഞത് 5ാം ഷെഡ്യൂള്. അതർ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി പറഞ്ഞത് അതർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 6ാം ഷെഡ്യൂള്. ഫെഡറൽ ലിസ്റ്റുകളെ പറ്റി പറഞ്ഞത് 7ാം ഷെഡ്യൂള്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞത് 8ാം ഷെഡ്യൂള്. പിന്നെ ഭൂപരിഷ്കരണം, ലാൻഡ് അല്ലെ, ഭൂപരിഷ്കരണം പറഞ്ഞത് 9ാമത്തെ ഷെഡ്യൂള്. പിന്നെ എന്താണ് നമ്മുടെ അയോഗ്യത അല്ലെ, ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റം 10ാം ഷെഡ്യൂള്. പിന്നെ പഞ്ചായത്തിനെ പറ്റി പറഞ്ഞത് 11ാം ഷെഡ്യൂള്. M4 മുനിസിപ്പാലിറ്റിനെ പറ്റി പറഞ്ഞത് 12ാം ഷെഡ്യൂൾ. ഇങ്ങനെ 12 ഷെഡ്യൂളും എന്താന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ കൃത്യമായിട്ട് ലിസ്റ്റുകളെ പറ്റി പറഞ്ഞത് ഏത് ഷെഡ്യൂളാണ്? ഫെഡറൽ ലിസ്റ്റുകളെ പറ്റി പറഞ്ഞത് ഏതാണ്? ഫെഡറൽ സിസ്റ്റം 7ാം ഷെഡ്യൂളിലാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും പറഞ്ഞത്. സോ ആൻസർ ഓപ്ഷൻ A ആണ്, 7ാം ഷെഡ്യൂളാണ്.
ഇത് നമ്മുടെ +1 ചാപ്റ്റർ 7 കൊടുത്തിട്ടുണ്ട്. +1 ചാപ്റ്റർ 7 അകത്ത് ലിസ്റ്റുകളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246 ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. 246 കേട്ടോ. അപ്പോൾ ലിസ്റ്റുകളെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. സെൻട്രൽ ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺഗ്രന്റ് ലിസ്റ്റ്. ഒരു സീരീസ് ആണല്ലോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺഗ്രന്റ് ലിസ്റ്റ്. നമ്മൾ മാത്തമാറ്റിക്സ് സീരീസ് പഠിക്കില്ലേ, 2, 4, 6 സീരീസ് അല്ലേ. 2, 4, 6 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺഗ്രന്റ് ലിസ്റ്റ്. അങ്ങനെ തന്നെ ഓർത്തണം. 2, 4, 6 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺഗ്രന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിന്റെ, സ്റ്റേറ്റ് ലിസ്റ്റിന്റെയും കൺഗ്രന്റ് ലിസ്റ്റിന്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 2, 4, 6. ആർട്ടിക്കിൾ 246 ലിസ്റ്റിന്റെ ആർട്ടിക്കിൾ. അപ്പോൾ 7ാം ഷെഡ്യൂള് 246 ആർട്ടിക്കിൾ. ഇതൊന്നും ഇനി മറക്കരുത്. ഈ 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിനെ ലിസ്റ്റ് 1 എന്ന് വിളിക്കാം, സ്റ്റേറ്റ് ലിസ്റ്റിനെ ലിസ്റ്റ് 2 എന്ന് പറയും, കൺഗ്രന്റ് ലിസ്റ്റിനെ ലിസ്റ്റ് 3 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 7 ഓർത്തോളണം കേട്ടോ. ഷെഡ്യൂൾ 7 ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത. UPSCനെ പറ്റി ചോദിച്ചു. അപ്പോൾ ലിസ്റ്റുകൾ നമ്മൾ മുന്നേ കണ്ടത് തന്നെയാണ്. ഇതിന് മുന്നേ കണ്ടത് പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനും ചോദിച്ചു. അത് നമ്മുടെ അപ്പോയിൻമെന്റ് ആണെന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? UPSCനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. UPSC എന്ന് പറഞ്ഞത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഈ പ്രാവശ്യം PSC കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എക്സാമിനേഷൻ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഭാഗം ഉണ്ട്, ഓർത്ത് വെച്ചോളേ. നമ്മുടെ അമെൻമെന്റ്സ്, ഭേദഗതികൾ, അതുപോലെ അടിയന്തരാവസ്ഥയുള്ള എമർജൻസി, ആ ഭാഗമൊന്നും അധികം വന്നിട്ടില്ല. മേ ബി ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ലാസ്റ്റ് സ്റ്റേജിൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന പറയുന്നു. 62 വയസ്സാണ് വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണെന്ന് ഭരണഘടന പറയുന്നു. ഏതാ ശരി, ഏതാ തെറ്റ്? നിങ്ങൾക്ക് ഉറപ്പുള്ളത് ഏതാ? UPSCയുടെ ആർട്ടിക്കിൾ ഏതാണ്? UPSCയുടെ ആർട്ടിക്കിൾ നമ്മൾ അറിയണം, അപ്പോയിൻമെന്റ്സ് എല്ലാം അറിയണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ ഏതാ? ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തോളണം, UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ രാഷ്ട്രപതി. അവിടെ പ്രധാനമന്ത്രിക്ക് റോളൊന്നും ഇല്ല. പ്രധാനമന്ത്രിക്ക് പുറത്താക്കാനുള്ള അധികാരവും ഇല്ല. ഇവരുടെ അംഗസംഖ്യ തീരുമാനിക്കുന്ന പ്രധാനമന്ത്രി അല്ല. 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം തീരുമാനിക്കുമ്പോൾ D അവിടെ പോയി കിട്ടി. പിന്നെ 1ഉം 4ഉം ശരി എന്ന് പറയുന്നത് പോയി കിട്ടി അല്ലേ. 1 തെറ്റാന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയും പോയി കിട്ടി. സോ 3 മാത്രമാണ് ശരിയെന്ന് അവിടെ ആൻസർ കിട്ടും. 3 എന്താ പറയണേ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയല്ല. ഇവരെ അപ്പോയിന്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രിയൊന്നും അല്ല, പുറത്താക്കണമെന്നും പ്രധാനമന്ത്രിക്ക് ഇവിടെ റോളേ ഇല്ല. രാഷ്ട്രപതിയാണ്. അപ്പോയിന്റ്മെന്റും റെസിഗ്നേഷനും റിമൂവലും ഒക്കെ രാഷ്ട്രപതിയാണ്. പിന്നെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 അല്ല, അത് PSCയുടെ ആണ്. UPSCയുടെ 65 വയസ്സാണ്. ഓർത്ത് വെച്ചോളേ. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരനാണ് UPSC എന്ന് പറഞ്ഞത്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. 1919 വന്ന നിയമപ്രകാരം ആദ്യമേ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം എന്നുള്ള ഒരു ശുപാർശ ലീ കമ്മീഷൻ കൊടുക്കുകയുണ്ടായി. ലീ കമ്മീഷൻ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ചെയർമാൻ ഉൾപ്പെടെ എത്ര പേര്? ആദ്യത്തെ കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോട് കൂടിയിട്ട് ഇത് എന്തായിട്ട് മാറുന്നു? ഈ സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി. എന്ന് മാറി? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോഴാണ് അത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറുന്നത്. പിന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആയി കഴിഞ്ഞപ്പോഴാണ് അതും മാറിയിട്ട് UPSC എന്ന് പറഞ്ഞൊരു ബോഡി വന്നത്. ഓക്കെ, UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? HK കൃപലാനിയാണ്. UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനിയാണ്. UPSCയുടെ ആർട്ടിക്കിൾ 315. കേരള PSC ചോദിച്ചാലും 315. അപ്പോൾ ഈ 315 അല്ലെ 315 3.25 സമയം എന്ന് ഓർത്താൽ മതി. PSC എക്സാം കഴിയുന്ന സമയം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 3.25 വരുമ്പോൾ PSCയുടെ UPSCയുടെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ക്ലൂ വെച്ചിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് ചെയർമാനെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ചെയർമാനെ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ഇവർ രാജിക്കത്ത് കൊടുക്കുന്നതും പ്രസിഡന്റ്, എല്ലാം പ്രസിഡന്റ് ആണ്. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംസ്ഥാനത്തെ PSCയുടെ ആണെങ്കിൽ ഗവർണർ നിശ്ചയിക്കും, UPSCയുടെ ആണെങ്കിൽ രാഷ്ട്രപതി നിശ്ചയിക്കും. അവിടെ പ്രധാനമന്ത്രിക്ക് റോളേ ഇല്ല. ഓക്കെ, UPSC, PSC എന്നിവയുടെ മൊത്തം അംഗസംഖ്യയിൽ പകുതിയും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റിന്റോ കീഴിൽ 10 വർഷം ഉദ്യോഗം വഹിച്ചവരായിരിക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത് 10 വർഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരാളായിരിക്കും ഈ കമ്മീഷനിലെ അംഗങ്ങളിൽ എത്ര പേര്? പകുതി അംഗങ്ങളും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കണം എന്ന്. ഓക്കെ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1951 രൂപം കൊണ്ട് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ
KC നിയോഗി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവം ഉള്ളവയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉള്ളതാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഇല്ല. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഇതൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് 3ഉം 4ഉം നോക്കിക്കുക. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉള്ളതാണ്, സ്വഭാവം ഇല്ലാത്തതാണ്. ഇതെന്തായാലും രണ്ടും കൂടെ ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നാണ് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കളയാം. 1 മുതൽ 4 വരെ ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് അവിടുന്ന് കളയാം. കാരണം എന്താണെങ്കിലും 3 ശരിയായ 4 ശരിയാവില്ല, 4 ശരിയായ 3 ശരിയാവില്ല. ഇനി നമുക്ക് ഇതിൽ കൃത്യമായിട്ട് ഏതാ നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 1951 രൂപം കൊണ്ട് ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ആദ്യത്തെ കമ്മീഷണർ ചെയർമാൻ KC നിയോഗിയാണ്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. KC നിയോഗിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1 ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. 4 അവിടെ പോയി. ഇനി ഒന്നല്ലെങ്കിൽ 1 മാത്രമായിരിക്കും, അല്ലെങ്കിൽ 1, 2, 3. എന്താണെങ്കിലും ഈ 3, 4 ഒരെണ്ണം ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മാത്രം ആകില്ല. അപ്പോൾ നമുക്ക് അതും കളയാം. സോ നമ്മുടെ ആൻസർ അവിടെ നമുക്ക് കിട്ടി. എലിമിനേഷനിലൂടെ തന്നെ ആൻസർ കിട്ടി. 1, 2, 3 ശരിയാണ്. അപ്പം എന്താണ്? ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവം ഉള്ളവയാണ്. അത് ശരിയാണ്. ഫിനാൻസ് കമ്മീഷന് ഉപദേശ സ്വഭാവം ഉണ്ട്. അതുപോലെ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉള്ളതാണ് ശരി എന്നുള്ള 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ശരി. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിൾ പഠിച്ചോളുന്ന ആർട്ടിക്കിൾ 280 ആണ്. ധനകാര്യ കമ്മീഷൻ 1951 തന്നെ ഇത് രൂപപ്പെട്ടു. രൂപം കൊണ്ട വർഷം 1951 ആണ്. ഇനി നമ്മൾ നമ്മുടെ ഓപ്ഷനിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. 1951 ആക്ട് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ വിശകലനം ചെയ്യാനും ധനകാര്യ ഇടപാടുകൾ അതിന് മേൽനോട്ടം വഹിക്കാനും വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുള്ളത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ വിശകലനം ചെയ്യുക, അതുപോലെ ആ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി കാലാവധി പഠിച്ചു വയ്ക്കണം. ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. 5 years ആണ് കാലാവധി പറയുന്നത്. ഒരു ചെയർമാനും 4 അംഗങ്ങളും. അപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ എല്ലാം 5 എന്ന് ഓർക്കുക. 280 ആണ് ആർട്ടിക്കിൾ. അവരുടെ കാലാവധി 5 വർഷമാണ്. അവരുടെ അംഗങ്ങളുടെ എണ്ണം 5 വർഷമാണ്, മറക്കണ്ട. ഇനി ഒരു സിവിൽ കോടതിയുടെ എല്ലാ അവകാശങ്ങളും ഈ കമ്മീഷനുണ്ട്. ജുഡീഷ്യൽ സ്വഭാവം ഉണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയോ ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ഇത് ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. 280 ആണ്. ധനകാര്യ കമ്മീഷന് ശുപാർശകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ 281 ആണ്. ധനകാര്യ കമ്മീഷനെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 243I. ഇതെന്താണെന്നറിയാവോ? സംസ്ഥാന ധനകാര്യ കമ്മീഷന്. അപ്പൊ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ 280 ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചോദിക്കാം 243I ആണ്. അവിടെ നമ്മൾ ഓർത്താൽ മതി. ഗ്രാമസഭ പറയുന്നതൊക്കെ 243A ആണ്. ഇവിടെ 243I കണ്ട ഓർത്തണം. I ഫോർ ഇൻകം എന്ന് ഓർത്താൽ മതി. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിളാണ് 243I എന്ന് പറഞ്ഞത്. നിലവിൽ വന്നത് 1951 നവംബർ 22-ാം തീയതിയാണ്. ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. സോ ഓഫ് കോഴ്സ് രാഷ്ട്രപതി ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് രാഷ്ട്രപതിക്ക് തന്നെയാണെന്ന് ഓർത്തോളണം. കാലാവധി നമ്മൾ പറഞ്ഞു 5 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണവും 5 പേരാണ്. ഒരു ചെയർമാനും 4 അംഗങ്ങളും. അപ്പോൾ ആർട്ടിക്കിൾ 280, പിന്നെ അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതി, റിപ്പോർട്ട് കൊടുക്കുന്ന രാഷ്ട്രപതിക്ക്, കാലാവധി 5 വർഷം, അംഗങ്ങളുടെ എണ്ണം 5 വർഷം. 2ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ K. സന്താനം. ആദ്യത്തെ നിയോഗി, 2ാമത്തെ സന്താനമാണ്. പ്രഥമ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ PM എബ്രഹാം ആണ്. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ഒരു മലയാളി ഉണ്ട്. ആരാണ്? VP മേനോനാണ് 1ാം ധനകാര്യ കമ്മീഷനിൽ. ഓർത്തു വെച്ചോളണം. ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷൻ ആയിരുന്ന വ്യക്തിയാണ് Dr. V. രാജമന്നാർ. ഓക്കെ. 14ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ചെയർമാൻ ആരാണ്? Dr. YV റെഡ്ഡി ആണ്. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. ഈ ചോദ്യം PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ആരാണ്? അരവിന്ദ് പനഗരിയയാണ്. അരവിന്ദ് പനഗരിയനെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ട്. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, 15ാമത്തത് NK സിംഗ്. രണ്ടും ഓർത്തു വെച്ചോണം. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് വിജയാനന്ദാണ്. അപ്പൊ സംസ്ഥാനത്തത് വിജയാനന്ദാണ്. ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. നമ്മുടെ ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിലത് അരവിന്ദ് പനഗരിയ. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ. പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റിയിട്ടായിരുന്നു ഈ ചോദ്യം. 1993 രൂപീകൃതമായി. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അംഗീകാരം നേടി. അതുപോലെ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാ ചോദ്യവും തന്നെ ആ ലിസ്റ്റുകൾ ഒഴികെയുള്ളതെല്ലാം തന്നെ കമ്മീഷന്മാരെ പറ്റിയിട്ടായിരുന്നു. ഇതിൽ ഏതാണ് ശരി? 93 രൂപീകൃതമായി പിന്നോക്ക വിഭാഗ കമ്മീഷൻ. അത് ശരിയാണ്. 102ാം ഭേദഗതിയാണ് NCBC. 102ാം ഭേദഗതിയാണ്. 100 മുതൽ 106 വരെയുള്ള എല്ലാ ഭേദഗതികളും പഠിക്കണം എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ്സിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. 102ാം ഭേദഗതിയാണ്. അത് ശരിയാണ്. ഈ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ട പ്രധാനമന്ത്രിക്കാണ്.
എന്താണ് വീണ്ടും പ്രധാനമന്ത്രിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഈ കമ്മീഷൻസിൽ ഒന്നും പ്രധാനമന്ത്രിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ഓർത്തോളണം. ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനമാണ്. ഇവയ്ക്കൊക്കെ ഇവരുടെ എല്ലാവരുടെയും കൂടെ നമ്മൾ ഓർക്കേണ്ട രാഷ്ട്രപതിയുടെ പേരാണ്. പ്രധാനമന്ത്രിനെ വെറുതെ ഇങ്ങോട്ട് വലിച്ചിഴക്കേണ്ട അല്ലേ. ഇതിലെല്ലാം പ്രധാനമന്ത്രിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പം 3 തെറ്റാണെങ്കിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് കളയാം. എന്താ 1 മുതൽ 3 വരെ കളയാം. പിന്നെ 1 മുതൽ 4 വരെ എന്നുള്ളത് അതും നമുക്ക് കളയാം. സോ ഐദർ എ ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം. അപ്പൊ എയും ബിയും ശരിയായ സ്ഥിതിക്ക് ആൻസർ ഇവിടെ നിന്ന് കിട്ടി. 1, 2, 4 ശരിയായി. എന്താ 4? ഈ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്, അത് ശരിയാണ്. ഓക്കെ. അപ്പൊ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1993. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ 102ാം ഭേദഗതി 2018 മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോളണം. 102ാം ഭേദഗതിയാണ് NCBC പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധുത അല്ലെ ഭരണഘടനാ പദവി ലഭിച്ചത്. 102ാം അമെൻമെന്റ് ആണ്. ഈ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 338B. അപ്പൊ 338 SC കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ, 338A ST കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ, 338B NCBC എന്താണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ. 3 കമ്മീഷന്റെയും ഓർത്തു വെച്ചോളണം ആർട്ടിക്കിൾസ് കൃത്യമായിട്ട്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? RN പ്രസാദ് ആണ് ആദ്യത്തെ ചെയർമാൻ. ഈ കമ്മീഷൻ 102ാം ഭേദഗതി പ്രകാരം ഈ കമ്മീഷനകത്ത് ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും മൊത്തം 5 അംഗങ്ങളാണ്. ഇപ്പൊ ധനകാര്യ കമ്മീഷനിൽ നമ്മൾ കണ്ട 5 അംഗങ്ങൾ, പിന്നോക്ക വിഭാഗ കമ്മീഷനിലും 5 അംഗങ്ങളാണ്. SC കമ്മീഷനിലും ST കമ്മീഷനിലും എത്ര അംഗങ്ങളെ കണ്ടത്? അവിടെയും നമ്മൾ 5 അംഗങ്ങളെ കണ്ടേക്കണം. അപ്പൊ 5 ആണ് എല്ലായിടത്തും അംഗങ്ങളുടെ എണ്ണമായിട്ട് പറയുന്നത്. ഇനി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അംഗങ്ങളെ ഒക്കെ നിയമിക്കുന്ന ആരാണ്? അപ്പോയിന്റ്മെന്റ് രാഷ്ട്രപതിയാണ്. ഇവർ റിപ്പോർട്ട് കൊടുക്കുന്ന രാഷ്ട്രപതിക്കാണ്, ഇവർ റെസിഗ്നേഷൻ കൊടുക്കുന്ന രാഷ്ട്രപതിക്കാണ്, ഇവരെ പുറത്താക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓർത്തോളണം. ഇനി ഈ കമ്മീഷന്റെ കാലാവധി 3 വർഷം. SC കമ്മീഷന്റെയും ST കമ്മീഷന്റെയും പിന്നോക്ക വിഭാഗ കമ്മീഷന്റെയും അംഗങ്ങളുടെ എണ്ണം 5 ആണ്, കാലാവധി 3 വർഷമാണ്. ഓക്കെ. ഭരണഘടനാ പദവി ലഭിച്ചതിന് ശേഷം ഈ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയത് ആരാണ്? ഭഗവാൻ ലാൽ സായാനിയാണ് 102ാം അമെൻമെന്റിന് ശേഷം ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ചെയർപേഴ്സന്റെ പേര് പഠിച്ചോളണം, ഹംസരാജ് ഗംഗാറാം അഹിർ. അപ്പൊ കിഷോർ മഗ്വാന ST കമ്മീഷന്റെ അധ്യക്ഷനാണ്. പിന്നെ നമ്മൾ ഒരു അന്താറാം സിംഗ് ആര്യ പഠിച്ചു അല്ലെ, അന്തർ സിംഗ് ആര്യ ST കമ്മീഷന്റെ ചെയർമാൻ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹംസരാജ് ഗംഗാറാം അഹിർ. എല്ലാം ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്, മസ്റ്റായിട്ടും പഠിച്ചു വെച്ചോളണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയും ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ലിസ്റ്റാണ് ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ കണ്ടത്. അപ്പോൾ ഇനിയുള്ള എക്സാമിനേഷനും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നവർക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കൃത്യമായിട്ട് പഠിക്കാത്തവർക്ക് ഫുൾ നെഗറ്റീവ് അടിക്കാനും സാധ്യതയുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഇവിടെ ചോദ്യം കണ്ടത്. ഇനി നമുക്ക് അമെൻമെന്റ്സ് എന്നുള്ള ചോദ്യങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്, അതുപോലെ എമർജൻസി കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ എക്സാമിനേഷന് പോകുന്നവർ ഈ ഭാഗവും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള അതുവരെ വരാത്ത ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കി പോകുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനി എവിടേക്ക് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.